വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. തൃശൂർ ലുലു മാൾ പദ്ധതിയിൽ ഭൂമി തരം മാറ്റിയ ആർടിഒയുടെ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിക്കണമെന്നും ഹൈക്കോടതി. ലുലു മാളിനെതിരെ ഹർജി നൽകിയ TN മുകുന്ദനെ പിന്തുണച്ച് CPI. സ്ത്രീകളെ സമൂഹമാധ്യമങ്ങളിലൂടെ അടക്കം ശല്യം ചെയ്തുവെന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തു. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് ഉപദേശിക്കാൻ മുഖ്യമന്ത്രി വരേണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം സമയം വൈകിട്ട് 7 മണി വരെയാക്കി ദീർഘിപ്പിച്ചു. പോലീസ് പരിശോധന പൂർത്തീകരിച്ച് 7 മണി വരെ കൊണ്ടുവരുന്ന എല്ലാ മൃതദേഹങ്ങളും അന്നു തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് ഫോറൻസിക് മേധാവി. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകരുടെ വിവാദ വാട്സപ്പ് സന്ദേശത്തിൽ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. ജില്ലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് MLA-മാരുടെ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. MLA-മാരായ മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവരുടെ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. അമ്പല്ലൂരിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ ചുമട്ടുതൊഴിലാളിക്ക് ദാരുണാന്ത്യം. വരന്തരപ്പള്ളി സ്വദേശി സുധീഷാണ് മരിച്ചത്. ഗുരുവായൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കള്ളുഷാപ്പ് മാനേജർ മരിച്ചു. ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങളായതോടെ മലയോര മേഖലയ്ക്ക് ആശ്വാസം. ഭൂപതിവ് നിയമ ഭേദഗതി സർക്കാർ പാസാക്കിയത് 6.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ ലുലു മാൾ പദ്ധതിയിൽ ഭൂമി തരം മാറ്റിയ RDOയുടെ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. ഭൂമി തരം മാറ്റാനുള്ള ലുലു ഗ്രൂപ്പിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കാനും കോടതി നിർദ്ദേശം നൽകി. വിഷയത്തിൽ 4 മാസത്തിനകം RDO തീരുമാനമെടുക്കണം. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം ലുലു മാളിനെതിരെ ഹർജി നൽകിയ TN മുകുന്ദനെ പിന്തുണച്ച് CPI രംഗത്തെത്തി. ലുലു ഗ്രൂപ്പ് മേധാവി MA യൂസഫിലൂടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ യോഗം വിലയിരുത്തി. നെൽവയൽ സംരക്ഷണം പാർട്ടി നയമെന്നും നെൽവയൽ സംരക്ഷണ നിയമത്തിന് ചുക്കാൻ പിടിച്ചത് CPI ആണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഈ നിലപാടിൽ വെള്ളം ചേർക്കാനാകില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിലും അഭിപ്രായമുയർന്നു. തൃശൂരിൽ വയൽ നികത്തി ലുലു മാൾ തുടങ്ങുന്നതിനെതിരെ CPI ലോക്കൽ കമ്മിറ്റി അംഗം TN മുകുന്ദൻ നൽകിയ ഹർജി വൻ വിവാദമായതിന് പിന്നാലെയാണ് പ്രതികരണം. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ശല്യം ചെയ്തുവെന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തു. സ്ത്രീകളെ ശല്യം ചെയ്ത വകുപ്പുകൾ ചുമത്തിയേക്കും. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച സംഭവത്തിലടക്കം വെളിപ്പെടുത്തൽ നടത്തിയ യുവതികൾ നേരിട്ട് പരാതി നൽകാത്തതിനാലാണ് സ്വമേധയാ കേസെടുത്തത്. ഇരകളായ യുവതികളുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും ക്രൈംബ്രാഞ്ച് നടത്തും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല സന്ദേശം അയച്ചുവെന്ന ആരോപണവുമായി നടി റിനി ആൻ ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക എന്നിവരാണ് രംഗത്തെത്തിയിരുന്നത്. സ്ത്രീ പീഡകനായ മുകേഷിനെ 2 തവണ സ്ഥാനാർത്ഥിയാക്കിയ മുഖ്യമന്ത്രി രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് ഉപദേശിക്കാൻ വരേണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ സ്ത്രീപീഡന ആരോപണം ഗൗരവമുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെക്കുറിച്ച് തൃശൂരിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. സ്ത്രീപീഡനം നടത്തിയൊരു വ്യക്തിയെ 2021 നിയമസഭയിലേക്കും 24 ലോക്സഭയിലേക്കും മത്സരിപ്പിച്ച ആളാണ് മുഖ്യമന്ത്രി. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയ 2 വ്യക്തികൾ, ഒരാൾ മുഖ്യമന്ത്രിയാണ്, രണ്ടാമൻ AK ബാലൻ. സ്ഥാനാർത്ഥി 21 വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു. 2023 വീണ്ടും കൊല്ലത്ത് നിർത്തി അവിടെ തോറ്റുപോയി. അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ ഉപേക്ഷിക്കാൻ വരുന്നു. ഞങ്ങളിങ്ങനെ ആരോപണം കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതല്ലാതെ ഞങ്ങൾ ഉപദേശിക്കാൻ അദ്ദേഹം വരേണ്ട കാര്യമില്ല. സ്ത്രീ പീഡകനെ 2 തവണ സ്ഥാനാർത്ഥിയാക്കിയ മുഖ്യമന്ത്രിയുടെ ഉപദേശം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല. BJP നേതാവ് C. കൃഷ്ണകുമാറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കേരള രാഷ്ട്രീയം മുഴുവൻ A സർട്ടിഫിക്കറ്റ് ആക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു മറുപടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ ബോംബ് C. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടതല്ലെന്നും സാമ്പത്തിക അഴിമതിയെക്കുറിച്ചാണെന്നും K. മുരളീധരൻ വെളിപ്പെടുത്തി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം സമയം വൈകിട്ട് 4 മണിയിൽ നിന്നും 7 മണി വരെയാക്കി ദീർഘിപ്പിച്ചു. ഇനി മുതൽ പോലീസ് പരിശോധന പൂർത്തീകരിച്ച് 7 മണിവരെ കൊണ്ടുവരുന്ന എല്ലാ മൃതദേഹങ്ങളും അന്നു തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും. പുതിയ സമയക്രമം നിലവിൽ വന്നു.
ഫോറൻസിക് മേധാവിയായി ഡോക്ടർ ഹിതേഷ് ശങ്കർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ഉത്തരവാണിത്. മോർച്ചറിയിലെ 16 ഫ്രീസറുകളിൽ 6 എണ്ണം പൊതുജനങ്ങൾക്ക് സൗജന്യമായി മൃതദേഹം സൂക്ഷിക്കാൻ അനുവദിക്കുമെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും സ്കൂളിൽ ഓണാഘോഷം വേണ്ടെന്നുമുള്ള അധ്യാപകരുടെ സന്ദേശത്തിൽ വിമർശനവുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകരുടെ വിവാദ പരാമർശം ഗുരുതരമായ പ്രശ്നമാണെന്നും ജാതിയും മതവും നോക്കിയല്ല കുട്ടികളെ പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ആഘോഷങ്ങളും കുട്ടികൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ്. കുട്ടികളുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കരുത്. സ്കൂളുകളിൽ യാതൊരു വേർതിരിവുകളും അനുവദിക്കില്ല. വിഷയം സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ അധ്യാപകർക്ക് സസ്പെൻഷൻ. തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ 2 അധ്യാപകരെയാണ് സസ്പെൻഡ് ചെയ്തത്. സ്കൂളിൽ ഓണാഘോഷം വ്യാഴാഴ്ച നടത്തുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു. ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറിയുടെ പരാതിയിലായിരുന്നു നടപടി. ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും മുസ്ലിങ്ങൾ ഇതിൽ പങ്കാളികളാകരുതെന്നും ആവശ്യപ്പെട്ടാണ് അധ്യാപകർ രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ചത്. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. KR നാരായണൻ സ്മാരക മന്ദിരം അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ഓണാഘോഷത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയ പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികമാരെ പുറത്താക്കണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചയായ വർഗീയ പരാമർശമാണ് അധ്യാപികമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിഭജന ചിന്തകൾ വെച്ചു പുലർത്തുന്ന അധ്യാപകരുമായി മുന്നോട്ട് പോകാനാകില്ല. വിവാദ പരാമർശം സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കണമെന്നും ശരത് പ്രസാദ് ആവശ്യപ്പെട്ടു. മലയാളികളുടെ ദേശീയോത്സവമായിട്ടുള്ള ഓണത്തെ അതിനെ ഒരു മതത്തിൻ്റെ മാത്രം ചട്ടക്കൂട്ടിൽ ഒതുക്കി കാണുകയും വളരെ വർഗീയത കലർന്ന ഒരു ഇടപെടൽ ഈ അധ്യാപികയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. കേരളത്തിലെ വിദ്യാലയങ്ങൾ പൊതുവെ മതനിരപേക്ഷതയുടെ കേന്ദ്രങ്ങളാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർഗീയ ചിന്തയും അപരിഷ്കൃതമായിട്ടുള്ള കാഴ്ചപ്പാടുകളും മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള അധ്യാപകരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. പച്ചയായ വർഗീയത നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കുകയാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദമാണ് ഈ അധ്യാപികയിലൂടെ പുറത്തു വരുന്നത്. കേരളത്തിൻ്റെ കല്ലുമരം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് CPM DYFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് സ്കൂളിന് മുന്നിൽ പോലീസ് തടഞ്ഞു. സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് സ്കൂളിലെ അധ്യാപികമാർ ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. CPM ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. DYFI കടവല്ലൂർ മേഖലാ സെക്രട്ടറി ഹസൻ, മേഖലാ പ്രസിഡന്റ് നിഷിൽ കുമാർ, നേതാക്കളായ വിശ്വംഭരൻ, അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓണം ആഘോഷിക്കുന്നതിനെതിരെ അധ്യാപികമാരുടെ ശബ്ദ സന്ദേശം പുറത്തുവന്ന കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ AC മൊയ്തീൻ MLയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, M ബാലാജി, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരൊപ്പം ഉണ്ടായിരുന്നു.
മാനേജ്മെന്റ് അധികൃതരുമായി സംഘം ചർച്ച നടത്തി. നാടിന്റെ മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് AC മൊയ്തീൻ MLA ആവശ്യപ്പെട്ടു. ഓണാഘോഷത്തിനെതിരെ അധ്യാപികമാരുടെ വാട്സപ്പ് സന്ദേശം പുറത്തുവന്ന കല്ലുംപുറം സിറാജുലുലും സ്കൂളിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അംബിക അനിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, രാജേഷ് കുട്ടഞ്ചേരി, VM സുരേന്ദ്രൻ, വിഷ്ണു അമ്പാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ സിറാജുലുലും ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ഓണാഘോഷത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയ അധ്യാപികമാരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് KSU കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട്, ജില്ലാ ഭാരവാഹികളായ അജിത് പെരുമ്പിലാവ്, ബ്രഹ്മൻ, ഷിയാസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. റോഡുകളുടെ ശോചനീയാവസ്ഥയിലെ നിസ്സംഗതയ്ക്കെതിരെ MLA-മാരുടെ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. MLA P. ബാലചന്ദ്രന്റെ ഓഫീസിലേക്ക് തൃശൂർ അയ്യന്തോൾ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് MLA ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയൽ, A. പ്രസാദ്, മുൻ മേയർമാരായ IP പോൾ, രാജൻ J. പല്ലൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹാപ്പി മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. MLA മുരളി പെരുന്നെല്ലിയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മണലൂർ പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചാണ് നേരിയ സംഘർഷത്തിനിടയാക്കിയത്. പൂവത്തൂർ കസവ ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് സമീപം പാവർട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രതിഷേധ സമരം AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. AT സ്റ്റീഫൻ, PK രാജൻ, CI സെബാസ്റ്റ്യൻ, സിജു പാവർട്ടി, OJ ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത എന്നുള്ളത് ഞാൻ അന്ന് നിയമസഭാ അംഗമാണ്. കോൺഗ്രസ് നടത്തിയ വടക്കാഞ്ചേരി MLA ഓഫീസ് മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. MLA ഓഫീസിന് സമീപത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ വിപിൻ വരേടയാട്ടിൽ, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, PJ രാജു, SAA ആസാദ്, MH ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. NR സതീശൻ, ഷാഹിദ റഹ്മാൻ, PJ രാജു, SA. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വേണുഗോപാല മേനോൻ, TN കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി തട്ടിമറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. വരന്തരപ്പള്ളി സ്വദേശി കോപ്പാടൻ വീട്ടിൽ വിജയന്റെ മകൻ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി ആമ്പല്ലൂരിൽ അപകടത്തിൽ മറിഞ്ഞ ലോറിയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിൽ തട്ടുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് അതേ ദിശയിൽ വന്ന ലോറിയുടെ അടിയിലേക്ക് മറിഞ്ഞു. ലോറിയുടെ പിൻചക്രം ബൈക്ക് യാത്രക്കാരന്റെ തലയിലൂടെ കയറിയിറങ്ങി. നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂരിലെ INTUC ചുമട്ട് തൊഴിലാളിയാണ് സുധീഷ്. ഗുരുവായൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കള്ളുഷാപ്പ് മാനേജർ മരിച്ചു. മാണിക്യത്തുപടി പുളിക്കൽ മനോജാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. പുത്തമ്പള്ളി മുളങ്കുട് ഷാപ്പിലെ മാനേജറാണ്. മനയത്ത് ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. കള്ളുഷാപ്പ് അടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെ ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മനോജിനെ ആക്സ് പ്രവർത്തകരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങളായതോടെ മലയോര മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. പട്ടയഭൂമി വകമാറ്റി ഉപയോഗിച്ച പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നതാണ് പ്രധാന നേട്ടം. മലയോര ജനത കാലങ്ങളായി അനുഭവിക്കുന്ന ഭൂമി ഉപയോഗം സംബന്ധിച്ച വിവേചനത്തിന് അവസാനമാവുകയാണ്. ഭൂമി പതിച്ചു കിട്ടിയവരിൽ പലരുടെയും നിർമ്മാണവും കൈമാറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. 6.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഭൂപതിവ് നിയമ ഭേദഗതി സർക്കാർ പാസാക്കിയത്. ഭൂമി തരംമാറ്റം ക്രമപ്പെടുത്താൻ ചട്ടങ്ങളുണ്ടാക്കി. എല്ലാ വീടുകളും ക്രമീകരിക്കും. നിശ്ചിത സമയപരിധി പാലിക്കാതെ ഭൂമി വിറ്റത് നിശ്ചിത ഫീസ് വാങ്ങി ക്രമീകരിക്കും. വകമാറ്റിയുള്ള വിനിയോഗം മാത്രമാണ് ക്രമീകരിക്കുക.
ബാക്കി ഭൂമിയിൽ പട്ടയ വ്യവസ്ഥ ബാധകമായിരിക്കും. ക്രമീകരണത്തിന് ശേഷം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. പട്ടയ ഭൂമിയിലെ പൊതു സർക്കാർ വാണിജ്യ കെട്ടിടങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് ഫീസ് ഉണ്ടാകില്ല. വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ അവയുടെ വലിപ്പം കൂടി കണക്കാക്കി ഫീസ് ഈടാക്കാനാണ് നിർദ്ദേശം. പട്ടയഭൂമിയിലുള്ള കാർഷിക ആവശ്യങ്ങൾക്കുള്ള കെട്ടിടം, അൺഎയ്ഡഡ് സ്കൂൾ, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടം എന്നിവയ്ക്ക് ന്യായവിലയുടെ 1% ഫീസ് ഈടാക്കാനും ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ചട്ടം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ 8 ബൂത്തുകളിലായി 1193 വോട്ടുകളിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തി. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് ഈ ആരോപണം ഉന്നയിച്ചത്. കണ്ടെത്തിയ 193 വോട്ടും BJP തന്നെ ചേർത്തതാണ്. ഉദ്യോഗസ്ഥ തലത്തിലും കുറുവാ സംഘമുണ്ട്. ക്രമക്കേടിൽ ഉൾപ്പെട്ട ആളുകളുടെ ID കാർഡുകൾ ഔദ്യോഗിക രേഖകളിൽ ലഭ്യമല്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് BJP നേതാക്കൾ നടത്തുന്നതെന്നും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതായും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. സെപ്റ്റംബർ 9 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. യുവ ഡോക്ടറാണ് വേടനെതിരെ പരാതി നൽകിയത്. മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ നീതി നിഷേധമാകുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി നേരത്തെ ചോദ്യം ഉന്നയിച്ചിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലിരിക്കാൻ വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പെരുവല്ലൂർ പരപ്പുഴ കാളിക്ഷേത്രത്തിൽ മോഷണം.
ഓഫീസ് മുറിയുടെയും ഭണ്ണാരത്തിന്റെയും പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ക്ഷേത്ര കമ്മിറ്റി ഓഫീസിന്റെ ജനൽ പൊളിച്ചകത്തു കയറിയ മോഷ്ടാവ് മേൽശാന്തിയുടെ പണമടങ്ങിയ പേഴ്സും മേശയിലുണ്ടായിരുന്ന പണവും 2 സെറ്റ് താക്കോൽ കൂട്ടവും എടുത്തു. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് മതിലിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ണാരത്തിന്റെ പൂട്ട് തകർക്കുകയും പരപ്പുഴ നെട്ടന്റെ പ്രതീകമായി സ്ഥാപിച്ചിട്ടുള്ള കരിങ്കല്ലിന്റെ മുൻവശത്തുള്ള സ്റ്റീൽ ഭണ്ണാരം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. ഏകദേശം 20,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ഭാരവാഹികൾ പറഞ്ഞു. പാവറട്ടി പോലീസിൽ പരാതി നൽകി. തൃശൂർ നഗരത്തിൽ നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളിക്കുള്ള ധനസഹായത്തിന്റെ ആദ്യ ഗഡു കോർപ്പറേഷൻ വിതരണം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ പുലിക്കളി മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മേയർ M.K. വർഗീസ് സംഘങ്ങൾക്ക് ചെക്കുകൾ കൈമാറി. ആദ്യ ഗഡുവായി 1.5 ലക്ഷം രൂപയാണ് പുലിക്കളി സംഘങ്ങൾക്ക് നൽകിയത്. ആകെ 3,12,500 രൂപയാണ് ഓരോ സംഘങ്ങൾക്കും നൽകുന്നത്. ബാക്കി തുക പുലിക്കളിക്ക് ശേഷം ചെക്കായി നൽകും. ഇതിനു പുറമെ പുലിക്കളിയിലെ 1ാം സ്ഥാനക്കാർക്ക് 62,500 രൂപയും 2ാം സ്ഥാനം നേടുന്നവർക്ക് 50,000 രൂപയും 3ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 43,750 രൂപയും ട്രോഫികളും സമ്മാനമായി ലഭിക്കും. ഈ വർഷം മുതൽ മികച്ച പുലിവരയ്ക്കും സമ്മാനം നൽകും. ഇത്തവണ 9 സംഘങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. സെപ്റ്റംബർ 8-നാണ് പുലിക്കളി മഹോത്സവം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P.K. ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, കോർപ്പറേഷൻ സെക്രട്ടറി V.P. ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവുമായി കൊരട്ടിയിലെ സ്കൂൾ പരിസരത്ത് നിന്ന് ഒരാൾ പിടിയിൽ. മേലൂർ സ്വദേശി പനങ്ങാടൻ വീട്ടിൽ അഭിനവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 1 കിലോ 155 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്ന് പോലീസ് അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറയ്ക്ക് ആവശ്യമായ 2000-ഓളം നെൽക്കതിർ കറ്റകളെത്തി. പഴുന്നാന ആലാട്ട് കൃഷ്ണൻകുട്ടിയുടെ കുടുംബം ദേവസ്വത്തിന് നൽകിയ പാടത്ത് കൃഷി ചെയ്ത 300-ഓളം കറ്റകളാണ് എത്തിച്ചത്. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ ഏറ്റുവാങ്ങി. തുടർന്ന് പാരമ്പര്യ അവകാശികളും ഭക്തരും വഴിപാടായി കറ്റകൾ എത്തിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:40 വരെയുള്ള മുഹൂർത്തത്തിലാണ് ഇല്ലം നിറ നടക്കുക. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ഇല്ലം നിറയോടനുബന്ധിച്ച് പുതുനെല്ല് കൊണ്ടുണ്ടാക്കിയ പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ചടങ്ങായ തൃപ്പുത്തരി സെപ്റ്റംബർ 2-ന് നടക്കും. പ്രത്യേക കൗണ്ടർ വഴി ഷീട്ടാക്കുന്നവർക്ക് തൃപ്പുത്തരി പായസം പ്രസാദമായി നൽകും. 1200 ലിറ്റർ പായസമാണ് ഇതിനായി തയ്യാറാക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയിൽ പ്രൊഫസർ M.K. സാനു മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹത് ജീവിതങ്ങളെക്കുറിച്ച് അറിയാൻ മാത്രമല്ല തൻ്റെ ജീവിതത്തെ ആ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഇച്ഛാശക്തിയാണ് സാനു മാസ്റ്ററെ വ്യത്യസ്തനാക്കുന്നതെന്ന് സച്ചിദാനന്ദൻ അനുസ്മരിച്ചു. S.K. വസന്തൻ, ഡോക്ടർ സുനിൽ P. ഇളയിടം, ഡോക്ടർ P.V. കൃഷ്ണൻ നായർ, അശോകൻ ചെരുവിൽ, V.S. ബിന്ദു, ഷീബ അമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. ഓണത്തിന് ഇതര സംസ്ഥാന പൂക്കൾ വിപണി കൈയടക്കുമ്പോൾ ഒരു കാലത്ത് സമ്പന്നമായ നാട്ടുപൂക്കൾ ഗൃഹാതുരത്വത്തിന്റെ ഊഷ്മളത നിറയ്ക്കുന്ന ഓർമ്മകളാകുന്നു. വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയപ്പോൾ വിപണിയിൽ മുഴുവൻ ചെണ്ടുമല്ലിയും ജമന്തിയും വാടാമല്ലിയും നിറയുന്നു. എന്നാൽ ഒരു കാലത്ത് പൂക്കളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കുറച്ച് പൂക്കളുണ്ട്. പുതുതലമുറയ്ക്ക് അത്ര കണ്ട് പരിചിതമല്ലാത്ത നാട്ടുപൂക്കൾ. തുമ്പ, തുളസി, മുക്കുറ്റി, കാക്കപ്പൂവ്, തെച്ചി, കോളാമ്പിപ്പൂ, കൃഷ്ണകിരീടം, അരിപ്പൂവ്, ചെമ്പരത്തി, ശംഖുപുഷ്പം, പൂച്ചവാലൻ, കാശിത്തുമ്പ, മന്ദാരം, ഇങ്ങനെ നീളുന്നു ഈ നിര. വീട്ടുമുറ്റത്തും തോട്ടുവക്കത്തും പാടവരമ്പത്തും സ്വാഭാവികമായി വിരിഞ്ഞു നിന്നിരുന്ന ഇത്തരം പൂക്കൾ ഇന്ന് ഓർമ്മകൾ മാത്രമായി മാറുന്നു. അലങ്കാരത്തിന് പുറമെ ഒട്ടേറെ ഔഷധ മൂല്യങ്ങളുള്ള പൂക്കളാണ് ഓരോന്നും. തുമ്പയുടെ വെളുപ്പും മുക്കുറ്റിയുടെ ചന്തവും ചെമ്പരത്തി ചുവപ്പും ശംഖുപുഷ്പത്തിന്റെ നീലയും ചേർന്നതായിരുന്നു പണ്ടത്തെ പൂക്കളങ്ങൾ. നാട്ടിൻപുറങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും ഇപ്പോഴും വിടരുന്നുണ്ട് നാട്ടുപൂക്കളാൽ തീർത്ത പൂക്കളങ്ങൾ. തിരുവോണപ്പുലരിയിൽ മുറ്റങ്ങളെ അണിയിച്ചൊരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് കളിമണ്ണിൽ മെനഞ്ഞെടുത്ത തൃക്കാക്കരയപ്പൻ. അത്തം പിറന്നതോടെ കൊടകരയിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണവും വിൽപ്പനയും സജീവമാണ്. കളിമൺ നിർമ്മാണ തൊഴിലാളികളായ കുമ്പാര സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളിലാണ് ഓണത്തിനുള്ള തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കുമ്പാരത്തറകളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും കൊടകരയിൽ നിന്നുള്ളവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്.
കർക്കിടകം പിറന്നപ്പോൾ മുതലേ ഇവർ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഓട്ട് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കളിമണ്ണാണ് ഉപയോഗിക്കുന്നത്. പല വലിപ്പത്തിൽ തൃക്കാക്കരയപ്പനെ മെനഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും വലിപ്പം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. അപ്പോൾ എല്ലാ വർഷത്തെ മാതിരി തന്നെ ഇപ്രാവശ്യം വില കുറവാണ്. മണ്ണിന് വില കൂടി, പിന്നെ പെയിന്റ് എല്ലാ സാധനങ്ങൾക്കും വില കൂടി. 50 രൂപ മുതൽ 500 രൂപ വരെയാണ് വില. ഉയരം കൂടിയവ ഓർഡർ പ്രകാരമാണ് നിർമ്മിച്ചു നൽകുക. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തരത്തിലുള്ള ഡിസൈനുകളിലാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം. പുതുമ കണ്ടുപിടിച്ചിട്ട് അതുപോലെ പണിയാനാണ് നോക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തൃക്കാരപ്പന്റെ കാര്യത്തിന് വരുമ്പോ കൊടകര പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ തൃക്കാരപ്പൻ ഏറ്റവും നല്ലതെന്ന് അങ്ങനൊരു പേരുണ്ട് കൊടകര. പിന്നെ ഇതിനായിട്ട് കൂലിക്ക് നിർത്തി ചെയ്യുകയാണെങ്കിൽ നഷ്ടമാണ്, ഒന്നും കിട്ടില്ല. അരച്ചെടുത്ത കളിമണ്ണ് ഉപയോഗിച്ച് തൃക്കാക്കരയപ്പന്റെ രൂപം മെനഞ്ഞെടുക്കാൻ മിനിറ്റുകൾ മതി. എന്നാൽ ഡിസൈൻ നൽകി ഉണക്കി ചായം തേച്ച് തയ്യാറാക്കിയെടുക്കാൻ കൂടുതൽ സമയം വേണം. വെയിലത്ത് ഉണക്കിയാൽ എളുപ്പം പൊട്ടിപ്പോകും എന്നതിനാൽ തണലിലാണ് ഉണക്കിയെടുക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഗുണനിലവാരമില്ലാത്ത കളിമണ്ണാണ് വാങ്ങാൻ കിട്ടുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണിനും പെയിന്റിനും വില കൂടുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്നതാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം. കൾച്ചർ ഡെസ്ക്, TCV. നാട്ടിടവഴിയിൽ സൗഹൃദത്തിന്റെ പൂക്കാലം തീർത്ത് ചങ്ങാതിമാർ. ഓണവിപണി ലക്ഷ്യമിട്ട് സുഹൃത്തുക്കളായ സൂരജും അഭയനും ചേർന്ന് നടത്തുന്ന പൂക്കൃഷി ഹിറ്റായി മാറിയിരിക്കുകയാണ്. KSRTC ജീവനക്കാരനായ സൂരജും പ്രവാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അഭയനും 8 വർഷം മുൻപാണ് കൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ഇവർ പൂക്കൃഷി ചെയ്തു വരുന്നു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലി, 4 തരം വാടാർമല്ലി എന്നിവ ഇവരുടെ തോട്ടത്തിൽ വർണ്ണവസന്തം തീർക്കുകയാണ്. നാട്ടിൽ വൈറലായ റീലുകളുടെയും ചിത്രങ്ങളുടെയും പശ്ചാത്തലമാണിപ്പോൾ ഈ പൂന്തോട്ടം. എടവിലങ്ങ് പഞ്ചായത്തിലെ പൊടിയൻ ബസാറിന് വടക്കുവശത്താണ് ഇവരുടെ കൃഷിയിടം. നേരത്തെ മുതൽ കൃഷിയിൽ സജീവമായിരുന്നു സൂരജ്. അഭയനോടൊപ്പം ചേർന്ന ശേഷമാണ് പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞത്. ശ്രീനാരായണപുരം, എടവിലങ്ങ് പഞ്ചായത്തുകളിലായി ഇവർക്ക് 2 കൃഷിയിടങ്ങളുണ്ട്. ആധുനിക കൃഷിരീതി അവലംബിക്കുന്നത് വഴി മികച്ച വിളവ് നേടാനാകുന്നുണ്ടെന്ന് ഇരുവരും സാക്ഷ്യപ്പെടുത്തുന്നു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം. PK സംസ്ഥാന കൺവെൻഷന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K സോമപ്രസാദ്, സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു, ജില്ലാ സെക്രട്ടറി KV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 28-നാണ് കൺവെൻഷൻ നടക്കുന്നത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KK ഷീജ അധ്യക്ഷത വഹിച്ചു. സംഘടന സംസ്ഥാന ട്രഷറർ ND സുധീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി അബിൻ രാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രസീജ ചന്ദ്രൻ, വിവിധ സംഘടനാ പ്രതിനിധികളായ E നന്ദകുമാർ, IB ശ്രീകുമാർ, E ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു. ആ സമ്മർദ്ദത്തെയെല്ലാം ആ ഉപഭോക്തൃ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ 3 ഗഡു സാമർദ്ദത്തില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടുവിലാൽ മഹാഗണപതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗണപതി വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള നഗര പ്രദക്ഷിണം നടന്നു. പ്രദക്ഷിണത്തിന് മുന്നോടിയായി നടുവിലാൽ ഗണപതി ക്ഷേത്രത്തിൽ പോരൂർ ഉണ്ണികൃഷ്ണൻ, കക്കാട് രാജപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും അരങ്ങേറി. MS ഹരിശങ്കർ, KH മണി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഗണപതി വിഗ്രഹം പടിഞ്ഞാറേച്ചിറയിൽ നിമജ്ജനം ചെയ്തു. പഴയന്നൂരിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി മയക്കുമരുന്ന് കച്ചവടക്കാരനെ ലഹരിക്കടത്ത് നിരോധന നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. കൊടുങ്ങല്ലൂർ പടാക്കുളം സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ നിഷ്താഫിറിനെയാണ് 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കിയത്.
2021 മുതൽ 2025 വരെ 4 മയക്കുമരുന്ന് ലഹരി കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിഷ് താഫിറിനെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ ജില്ലാ ഒളിമ്പിക് ജനറൽ കൗൺസിൽ യോഗം തൃശൂരിൽ നടന്നു. 28 കായിക അസോസിയേഷൻ സംഘടനയിലെ പ്രതിനിധികൾ പങ്കെടുത്തു. സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോഫി മാത്യു അധ്യക്ഷത വഹിച്ചു. പി മോഹൻദാസ്, വിക്ടർ മഞ്ഞില, KR സാംബശിവൻ, ജോയ് വർഗീസ്, KR സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട PC ആന്റണി, വേൾഡ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിന്റെ സൈക്കോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ച സ്റ്റാലിൻ റാഫേൽ, ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില എന്നിവരെ യോഗം ആദരിച്ചു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത കൊരട്ടി ചിറങ്ങരയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. റൂറൽ SP ബി കൃഷ്ണകുമാറും കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം മുരിങ്ങൂരിൽ നേരത്തെ കളക്ടർ പരിശോധന നടത്തിയിരുന്നു. അതേസമയം ദേശീയപാത മുരിങ്ങൂരിലും ചിറങ്ങരയിലും വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാതയിൽ പരിശോധനയ്ക്കെത്തിയ കളക്ടറും കമ്മീഷണറും ഗതാഗതക്കുരുക്കിലകപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,355 രൂപ, പവന് 74,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. KSFE ഈ നാടിന്റെ ധൈര്യം. തൃശൂർ ലുലുമാൾ പദ്ധതിയിൽ ഭൂമി തരം മാറ്റിയ RDOയുടെ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിക്കണമെന്നും ഹൈക്കോടതി. ലുലുമാളിനെതിരെ ഹർജി നൽകിയ TN മുകുന്ദനെ പിന്തുണച്ച് CPI. സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ശല്യം ചെയ്തുവെന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തു. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് ഉപദേശിക്കാൻ മുഖ്യമന്ത്രി വരേണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം സമയം വൈകിട്ട് 7 മണിവരെയാക്കി ദീർഘിപ്പിച്ചു. പോലീസ് പരിശോധന പൂർത്തീകരിച്ച് 7 മണിവരെ കൊണ്ടുവരുന്ന എല്ലാ മൃതദേഹങ്ങളും അന്നു തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് ഫോറൻസിക് മേധാവി. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കടവല്ലൂർ സിറാജുലുലും സ്കൂളിലെ അധ്യാപകരുടെ വിവാദ വാട്സപ്പ് സന്ദേശത്തിൽ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. ജില്ലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് MLAമാരുടെ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. MLAമാരായ മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവരുടെ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. അമ്പല്ലൂരിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ ചുമട്ടുതൊഴിലാളിക്ക് ദാരുണാന്ത്യം. വരന്തരപ്പള്ളി സ്വദേശി സുധീഷാണ് മരിച്ചത്. ഗുരുവായൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കള്ളുഷാപ്പ് മാനേജർ മരിച്ചു. ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങളായതോടെ മലയോര മേഖലയ്ക്ക് ആശ്വാസം. ഭൂപതിവ് നിയമ ഭേദഗതി സർക്കാർ പാസാക്കിയത് 6.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.